ഹായ് ഡേയ്സ് മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ നീ തിരിച്ച് വീട്ടിലോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തതിന് ശേഷം പ്രതാപൻ്റെ ഒരു വിവരവും മുത്തശ്ശിയും കരുണയും അറിഞ്ഞതേ ഉണ്ടായിരുന്നില്ല. മുത്തശ്ശിയോട് കരുണ പറയുന്നുണ്ട്, അച്ഛനെ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ മുത്തശ്ശി? ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? എവിടെയാ പോയി അന്വേഷിക്കുക ഈ രാത്രിയിൽ? അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം, മോള് വിഷമിക്കൊന്നും വേണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശിയുടെ ഫോണിലോട്ട് പ്രതാപൻ്റെ കോള് വരുന്നുണ്ട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയെയും കരുണയൊക്കെ വിളിച്ച് ആശുപത്രിയിലോട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. അവിടെ എത്തിയ മുത്തശ്ശിയും കരുണയും കാണുന്നത് പ്രതാപൻ്റെ വല്ലായികയുള്ള ഒരവസ്ഥയിൽ തന്നെയാണ്. പ്രതാപന് ഭയങ്കരമായിട്ട് തന്നെ അസുഖം ബാധിച്ച് കിടക്കുകയാണ്. അങ്ങനെ ഓടിക്കരഞ്ഞുകൊണ്ട് അമ്മയും മകളും അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട്, എന്ത് പറ്റി പ്രതാപ, നിനക്ക് എപ്പോഴും ഈ അവസ്ഥയാണല്ലോ മോനെ, ആരാ നിന്നെ വീണ്ടും ഇങ്ങനെ ആക്കിയത്? ആ കണ്ണനും മഹാലക്ഷ്മിയും ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മുത്തശ്ശിയോട് പ്രതാപം പറയുന്നുണ്ട്, അല്ല, ആ വാമനാണ് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. അപ്പം നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, വാമനോ? അച്ഛൻ എന്തായി പറയുന്നത്? അയാൾ എന്ത് ചെയ്ത അച്ഛനെ? അപ്പോൾ നമ്മുടെ കരുണയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സത്യങ്ങളെക്കുറിച്ച്. അന്ന് എൻ്റെ മോള് എന്നോട് ചോദിച്ചിരുന്നില്ലേ കണ്ണൻ്റെ മരണത്തിൻ്റെ കാരണം ഞാനാണോ എന്ന്. പക്ഷേങ്കിൽ മോളെ, എനിക്ക് കണ്ണനുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അന്ന് പണ്ട് ഞാനും വാമനും ആണെങ്കിൽ ഒരുപാട് കൂട്ടായിരുന്നു. ആ സമയത്ത് വാമൻ എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് കണ്ണൻ്റെയും കണ്ണൻ്റെ അച്ഛൻ്റെയും മരണത്തെ. അത് ഞാനങ്ങ് സാധിച്ചു കൊടുത്തു. എന്തോ ദൈവഭാഗ്യമുള്ളത് കൊണ്ട് കണ്ണനൊന്നും മരിച്ചില്ല. പക്ഷെങ്കിൽ ആ അച്ഛൻ അങ്ങ് അവനെ വിട്ടു പോയി. പക്ഷെങ്കിൽ എനിക്ക് കണ്ണനോട് ദേഷ്യം തുടങ്ങിയത് മോൾ ആ വീട്ടിൽ കല്യാണം കഴിച്ചു പോയതിന് ശേഷമാണ്. അവിടെ മഹാലക്ഷ്മി രാജകുമാരിയെ പോലും എൻ്റെ പൊന്നുമോൾക്ക് അതൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് വെച്ചിട്ടുള്ള ദേഷ്യം മാത്രമായിരുന്നു എനിക്ക് കണ്ണനോട് ഉണ്ടായിരുന്നത്. പക്ഷെങ്കിൽ വാമനാണ് ഇതിനെല്ലാം കാരണം. എന്തായാലും ഈ സത്യം കണ്ണൻ അറിഞ്ഞേ മതിയാവും, അല്ലെങ്കിൽ ഞാൻ ഭ്രാന്ത് പിടിച്ചു ചാവും. എന്തായാലും എനിക്കിത് സത്യം കണ്ണനോട് പറഞ്ഞേ മതിയാവും എന്നൊക്കെ വാശി പിടിച്ച് നമ്മുടെ കരുണയോട് പ്രതാപം പറയുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, അച്ഛൻ എന്താ പറയുന്നത്? അവിടെ മറ്റൊരാളും കൂടെ ഉണ്ട്, എൻ്റെ ഉണ്ണിയേട്ടൻ. അയാൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കണ്ണേട്ടൻ ഇതറിഞ്ഞാൽ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് തന്നെ പടിയിറങ്ങേണ്ടി വരും. ഇത്രയും കാലം കണ്ണേട്ടൻ പടിയിറങ്ങി പോകാൻ പോലും ഞങ്ങളോട് പറഞ്ഞില്ല. ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ എന്തായാലും കണ്ണേട്ടൻ അത് പറയുമെന്ന് എനിക്ക് തീർച്ചയാണ്. അതുകൊണ്ട് അച്ഛൻ എന്തായാലും ഈ കാര്യം മറന്നേക്ക്. അപ്പോൾ പ്രതാപം പറയുന്നുണ്ട്, ഇല്ല മോളെ, ഈ കാര്യം എന്തായാലും പറയാൻ പറ്റില്ല. നീ വാമനെ പോയി കണ്ടിട്ട് ഇതിൽ ഒരു ഒത്തുതീർപ്പ് ആക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയണം. വാമൻ നമ്മളെ ചതിക്കുമായിരുന്നു. എന്തായാലും മോളെ ഈ കാര്യത്തെക്കുറിച്ച് ചെന്ന് വാമനോട് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ കരുണയാണെങ്കിൽ പിറ്റേന്ന് തന്നെ വാമനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. വാമനോട് തനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നും ഇത് കണ്ണേട്ടനെ അറിയിക്കുമെന്നും നമ്മുടെ കരുണ പറയുന്നുണ്ട്. എൻ്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളാണല്ലേ? എൻ്റെ അച്ഛൻ ഈ സത്യം കണ്ണനോട് പറയുമെന്ന് പറഞ്ഞിട്ടാണല്ലോ എൻ്റെ അച്ഛനെ നിങ്ങൾ ഈ അവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ കിടപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സത്യം കണ്ണേട്ടൻ അറിഞ്ഞിരിക്കും. ഇതിപ്പോൾ എൻ്റെയും കൂടെ ആവശ്യമാണ്. ഇത് നിങ്ങൾ എന്നോട് പറയാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ സമ്മതിപ്പിക്കുമായിരുന്നു. പക്ഷേ നിങ്ങൾ എൻ്റെ അച്ഛനെ ഇല്ലാതാക്കാൻ പോലും ശ്രമിച്ചു. ഇനി നിങ്ങളോട് ഒരിക്കലും ഞാൻ കൂടെ നിൽക്കില്ല. എന്തായാലും ഇത് കണ്ണേട്ടൻ ഈ സത്യത്തെക്കുറിച്ച് അറിയുന്നൊക്കെ നമ്മുടെ വാമനെ വെല്ലുവിളിച്ച് നമ്മുടെ കരുണയാണെങ്കിൽ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ വാമനാണെങ്കിൽ ഇനിയിപ്പോൾ ആപത്ത് കുറച്ചും കൂടെ കൂടിയിരിക്കുകയാണ്. ഇവളെയും എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കിയിട്ട് അവിടെ ആ സത്യം മറച്ചു വെച്ചേ മതിയോ, അല്ലെങ്കിൽ കേസും കോടതിയായിട്ട് ഞാൻ ജീവിതകാലം മുഴുവൻ കയറി നടങ്ങേണ്ടി വരും. അപ്പോൾ നമ്മുടെ പ്രതാപനാണെങ്കിൽ നമ്മുടെ കരുണയോട് വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും വാമൻ ഇതറിഞ്ഞല്ലോ, ഇനി എന്തായാലും അവൻ കുറച്ചു കാലം പേടിച്ച് നടക്കട്ടെ. അവൻ എന്തായാലും എന്നെ ചതിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. അവനോട് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ എന്നെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറം വേറൊന്നും സംഭവിക്കാതിരുന്നത് എൻ്റെ മഹാഭാഗ്യം. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എൻ്റെ മകൾക്കും എൻ്റെ അമ്മയ്ക്കും ആരും തന്നെ ഉണ്ടാവില്ലായിരുന്നു. സത്യം എന്തായാലും കണ്ണൻ അറിഞ്ഞേ മതിയാവുള്ളൂ. അവൻ എന്നെ എത്ര ദ്രോഹിച്ചാലും ഇനി എനിക്കൊരു കുഴപ്പമില്ല. അവനോട് ചെയ്ത ക്രൂരതയ്ക്ക് ഇതൊക്കെ ഒരു പ്രായശ്ചിത്തമായിട്ട് മാറട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതിൽ ഞാൻ വെറുമൊരു നിരപരാധി മാത്രമാണ്. അയാൾ എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ ചെയ്തു കൊടുത്തു, അത്രമാത്രം. അതിൽ വലിയ തെറ്റൊന്നും ഉണ്ടാവില്ല എന്ന് കണ്ണനെ നന്നായിട്ട് അറിയാമായിരിക്കും. എന്തായാലും മോള് നാളെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് കണ്ണനോട് പറയാൻ വേണ്ടിയിട്ട് പോകണമെന്നൊക്കെ നമ്മുടെ പ്രതാപൻ കരുണയോട് ആവശ്യപ്പെടുന്നുണ്ട്.